ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഇമെയിൽസ് നിങ്ങൾക്ക് വരും? പക്ഷേ അതിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടാറുണ്ടോ? അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഇമെയിൽ ക്ലിക്ക് ചെയ്തെന്ന് നോക്കി, ഇതൊന്ന് വായിക്കും കൂടി വേണ്ട, ക്ലിക്ക് ചെയ്തെന്ന് നോക്കി, നിങ്ങൾക്ക് അതിന് പൈസ കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓരോ ഇമെയിലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിലും എങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ളതാണ് ഞാനിത് പറഞ്ഞുതരാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യുക. ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗൂഗിൾ അക്കൗണ്ട് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നേരെ ഇവിടെ accounts.google.com കയറിയാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമൊക്കെ കൊടുക്കുക. ഞാനൊന്ന് പെട്ടെന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ പേരും എന്താ പറയുക, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ യൂസർ നെയിം, ഇത് ഞാൻ ചുമ്മാ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഇമെയിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇമെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബർത്ത്ഡേ, അതായത് മന്ത്, ദിവസം ഇതൊക്കെ ചൂസ് ചെയ്യുക, കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജെൻഡർ യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഐ അഗ്രി. ഓക്കെ, 6 അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് റെഡി ഉണ്ട്. ഇനി ഗൂഗിൾ അക്കൗണ്ട് റെഡി ഉണ്ട്. ഇനി നമുക്ക് ജിമെയിൽ ഇതിവിടെ ഈ ഒരു 9 കുത്ത് ഇവിടെ ഉണ്ട് മുകളിൽ. ഇതവിടെ മുകളിലൊരു 9 കുത്തുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ജിമെയിൽ ഉണ്ട്, ജിമെയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകാം. എങ്ങനെയാണ് നമുക്ക് ഈ ഇമെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ എങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോവുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഗെറ്റ് പെയ്ഡ് ടു റീഡ് ഇമെയിൽസ്, ഇതവിടെ തന്നെ കണ്ടില്ല, ഗെറ്റ് പെയ്ഡ് ടു റീഡ് ഇമെയിൽസ്. അതായത് ഇവർ കുറേ ഇമെയിൽസ് നിങ്ങൾക്ക് അയക്കും. ആ ഇമെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അതായത് ഓരോ ഇമെയിലിനും 42 cents, അതായത് 0.42 cents കിട്ടും ഓരോ ഇമെയിൽ നിങ്ങൾ വായിക്കുന്നതിന്. അത് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അധികമൊന്നുമില്ല, ജസ്റ്റ് 3.7 rupees വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കും, ജസ്റ്റ് ഒരു 100 ഇമെയിൽ വന്നു, 100 ഇമെയിലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും നിങ്ങളൊന്ന് ആലോചിക്കും. 307 രൂപ കിട്ടും. എനിക്ക് തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തരുന്നതിൽ എത്ര ഇമെയിൽസാണ് ഡെയിലി വരുന്നത്. അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. കാരണം നിങ്ങളുടെ ലൊക്കേഷൻ ഇതൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ അത് വേറെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഇപ്പോൾ നിങ്ങൾ US നിന്നാണെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് ഒരുപാട് ഇമെയിൽസ് വരും. ഇന്ത്യയിലായതുകൊണ്ട് ചിലപ്പോൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ എത്ര കിട്ടുന്നതെന്നൊക്കെ നോക്കാം. പക്ഷെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇമെയിലിന് ഇത് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് ഫ്രണ്ട്ലി ഇൻ്റർഫേസാണ്, ഈസി ടു യൂസ് ആണ്, ഒരു കുഴപ്പമില്ല. സെക്യൂർ ആണ്. 2 factor authentication ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ ഒരു കോഡ് വന്നിട്ടാണ് ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സെക്യൂർ ആണെന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ മൾട്ടി ലെവൽ കമ്മീഷൻസ് ഉണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആണ്, അതായത് ലെസ് ദാൻ 1 second. അതായത് നിങ്ങൾക്ക് ഈ ആപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാളറ്റ് ബാലൻസ് ആണെങ്കിൽ $20,914 ഒക്കെ കാണിക്കുന്നത്. മിനിമം പേ ഔട്ട് എന്ന് പറയുന്നത് 1 cent ആണ്. അതായത് ഒരു 0.1 cent കിട്ടിയാൽ നിങ്ങൾക്ക് അത് പേ ഔട്ട് ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് പേ ഔട്ട് ചെയ്യാം. ഇത്രയൊന്നും അല്ല, എന്തായാലും ഇതിനേക്കാൾ ഒരുപാട് ഒരു $20 കിട്ടിയിട്ട് നിങ്ങൾ പേ ഔട്ട് ചെയ്താൽ മതി. വെറുതെ ഇത്രയും ചെറിയൊരു എമൗണ്ടിന് പേ ഔട്ട് ചെയ്യണ്ട. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റ്സൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതെന്ത് ഇങ്ങനെയാ, ഈ 51,000 മെമ്പേഴ്സ് ഉണ്ടായിട്ട് ഈ $6,996 ഡോളേഴ്സ് മാത്രം പേ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ടാവും. വേറൊന്നുമല്ല, ഈ മെമ്പേഴ്സ് ഇത്ര ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഇവരൊന്നും ചെയ്യാത്തൊരു കാര്യമുണ്ട് ഇതിൽ. ഇവരൊക്കെ വിചാരിച്ചിരിക്കണത് ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എന്താ പറയുക, ഈ പൈസ ഇവർ ഈ ഇമെയിൽ അയക്കുന്നതാണ് ഇവരുടെ വിചാരം. പക്ഷെ അതല്ല, അതിനൊരു ട്രിക്ക് ഉണ്ട്. കാരണം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇതിൽ വെറുതെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അവർ ഇമെയിൽ അയക്കില്ല, നിങ്ങൾക്ക് പൈസയും കിട്ടാൻ പോകുന്നില്ല. അതിൽ വേറെ ചില കാര്യങ്ങളും കൂടി ചെയ്യാണ്ട്. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രൂഫ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഇതവിടെ റീസെൻറ്റ് പേ ഔട്ട്സിലുണ്ട്. ഇതവിടെ ഓരോരുത്തർക്ക് എത്ര ഇതെങ്ങനെ എമൗണ്ട് എന്താ പറയുക അവർ വിഡ്രോ ചെയ്തിട്ടുണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഇത് ഇന്ത്യയിൽ നിന്നുണ്ട്, യുക്രൈൻ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, യുക്രൈൻ, ഇവിടെ ചെക്കോസ്ലോവാക്യയിൽ നിന്നുണ്ട്, സ്പെയിനിലുണ്ട്, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, മൊറോക്കോ, പാകിസ്ഥാൻ, എല്ലാം അവിടെ നിന്നുണ്ട്. ഓരോ രാജ്യത്തു നിന്നും ഓരോ ആൾക്കാർ വന്നിട്ട് ഇതിന് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ ഉണ്ടാക്കാം.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതായത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് എവിടെ നിന്ന് എന്തിനാണ് ഞങ്ങൾ ഇമെയിൽ നോക്കുന്നതിന് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നതെന്ന് അങ്ങനെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ അഡ്വർടൈസ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ മുകളിൽ, ഇവിടെ അഡ്വർടൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോ കമ്പനീസ് അഡ്വർടൈസ് ചെയ്യുക, അതായത് അവരുടെ പ്രോഡക്റ്റ് ഒക്കെ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവർ അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ച് അഡ്വർടൈസ് ചെയ്യുമ്പോൾ, അതായത് ആ കമ്പനീസ് ഈ പ്ലാറ്റ്ഫോം വെച്ച് അഡ്വർടൈസ് ചെയ്യുമ്പോൾ ഇവരുടെ ആ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവർ ഇമെയിലായിട്ട് അയച്ചു തരും. അപ്പോൾ ആ ഇമെയിൽ നോക്കുന്നതിന് നമുക്ക് പൈസയും കിട്ടും, ആ ഇമെയിൽ നമുക്ക് അയക്കും, കമ്പനി ഇവർക്ക് പൈസയും കൊടുക്കും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ ഇമെയിൽ നോക്കാം, നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഇമെയിൽ നോക്കി നമുക്ക് പൈസ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ രജിസ്റ്റർ 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതും കൊണ്ട് റിയൽ ടൈം സ്റ്റാറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, എല്ലാ വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. പിന്നെ അങ്ങനെ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി അഡീഷണലായിട്ട് വേറെ വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതായത് ഇവിടെ എന്താ പറയുക, ഇങ്ങനെ മിനിമം പേ ഔട്ട് എത്രയാണ്, ഹൗ മച്ച് ക്യാൻ ഐ മേക്ക് എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ പോയി നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് യൂസർ നെയിം, ഇമെയിൽ പാസ്വേഡ് ഇതൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. യൂസർ നെയിം ഒരു യൂണീക്കായിട്ടുള്ള യൂസർ നെയിം കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. കൺട്രി അവർ തന്നെ ഡിറ്റക്ട് ചെയ്തോളും, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു 2 മാത്രം ടിക്ക് ചെയ്യുക. ഇത് എന്താ പറയുക, അവരുടെ മാർക്കറ്റിംഗ് ആണ്. അത് ആ ഇമെയിലിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പൈസയൊന്നും കിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഇത് 2 ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ എന്ന് കൊടുത്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കും വരിക. ഇത് സംഭവം ഞാൻ എൻ്റെ യൂസർ നെയിം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, കുഞ്ഞപ്പൻ ആക്കിയിട്ടുണ്ട്. അതായത് വേറൊന്നുമില്ല, എന്താ പറയുക, ഈ അറക്കലപൂ എന്നുള്ള പേര് ഏതോ ഒരുത്തിന് എടുത്തിരിക്കണോ, അത് നേരത്തെ ഏതോ ഒരുത്തിന് എടുത്തിരിക്കണോ. അതുകൊണ്ടാണ് ഞാൻ കുറേ മലയാളികൾ ഇവിടെ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ അത് ജോയിൻ ചെയ്യുക. എന്താ പറയുക, നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ, അത്യാവശ്യം ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഞാൻ ജെന്യൂനായിട്ട് തന്നെ പറയാം, പക്ഷേ അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ ഈ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇവിടെ പൈസ ഉണ്ട്, ഇവിടെ മണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ഏർണിങ്സ്, ഡെപ്പോസിറ്റ് എത്ര ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്യണം, അത് എത്ര ചെയ്യണം എന്നൊക്കെ, വിഡ്രോ ചെയ്യണം, അതൊക്കെ കാണിക്കുന്നുണ്ട്. വിഡ്രോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു പേയ്ഡ് വെച്ചിട്ടായിരിക്കും നമുക്ക് അയച്ചു തരുന്നത്. ഇപ്പം നമുക്ക് ബാലൻസ് ഒന്നും ഇല്ലല്ലോ, മിനിമം ഒരു എന്താ പറയുക, ഈ ഒരു എമൗണ്ട് മിനിമം വേണം. അപ്പോൾ ഇനി നമുക്ക് പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. പേയ്മെൻറ്റ്സ് പറയുമ്പോൾ 2 വഴികളാണുള്ളത്. ഒന്ന് ബിറ്റ് കോയിൻ വഴി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, പിന്നെ ഒന്ന് പെർഫെക്റ്റ് മണി വെച്ചിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. ബിറ്റ് കോയിൻ നിങ്ങൾക്ക് പറ്റില്ല, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ എന്നുള്ള ആ ഒരു കറൻസി, ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്. അത് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, കാരണം ഇന്ത്യയിൽ RBIൻ്റെ നിയമത്തിൽ ബിറ്റ് കോയിൻ ഒരു കറൻസി ആയിട്ട് അവർ കണക്കാക്കിയിട്ടില്ല. അതൊരു ഡിജിറ്റൽ കറൻസിയാണ്. നമ്മളിപ്പോൾ ഈ ഡോളർ എന്നൊക്കെ പറയുന്നത് ഫിസിക്കൽ കറൻസി അല്ലേ, നേരെ മറിച്ച് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റലാണ്. അതുകൊണ്ടാണ് അത് അവർ കൺസിഡർ ചെയ്തത്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അവിടെ പെർഫെക്റ്റ് മണി ഉണ്ട്. പെർഫെക്റ്റ് മണി എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാണ് പെർഫെക്റ്റ് മണി. ഈ പെർഫെക്റ്റ് മണിയിൽ ജസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ സൈനപ്പ് എന്നുണ്ട്. അപ്പോൾ ഈ സൈനപ്പ് എന്നുണ്ട്, അവിടെ അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കേട്ടോ, ഇവിടെ സൈനപ്പ് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നെയിം എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരൊന്നുമില്ല. അത് ജസ്റ്റ് ഇവിടെ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഇപ്പോൾ അറക്കലബൂസ് അക്കൗണ്ട് അങ്ങനെ വല്ലതും ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഞാനതിപ്പോൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഒറിജിനൽ പേര് ടൈപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് കൊടുക്കുക, എല്ലാം അത് പക്കയായിട്ട് കൊടുക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഒന്ന് വായിക്കുക, എന്നിട്ട് ഐ അഗ്രി. അത് നമ്മൾ വായിക്കാനൊന്നും പോകുന്നില്ല, എന്നാലും ഐ അഗ്രി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഐ അഗ്രി എന്ന് കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു മെസ്സേജ് വരും. പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് വേറൊന്നിനുമല്ല, ഈ എമൗണ്ട് ഇതിൽ കയറുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്, അല്ലാണ്ട് വേറൊന്നിനുമല്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറൊന്നും കൂടി പറയാനുണ്ടല്ലോ. എന്താണത്?
വേറൊന്നുമല്ല, ഈ ഡെപ്പോസിറ്റിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വല്ല സ്റ്റോറോ അല്ലെങ്കിൽ വല്ല ഓഫറോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു USD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അഡ്വർടൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ട്രാൻസ്ഫറിൽ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്വർടൈസും ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.